ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുവിൽ വന്ദനം ചൊല്ലുന്നു. പ്രാർത്ഥനയോടുകൂടി ദൈവത്തിൻ്റെ വചനം നമുക്ക് ശ്രദ്ധിക്കാം. ഇന്ന് അനേക ക്രൈസ്തവരുടെ അവസ്ഥ വെളിപ്പെടുത്തുന്ന ഒരു വചനമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ക്രിസ്തുവിൽ ലഭിച്ചിരിക്കുന്ന ദൈവകൃപയെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചും, അതായത് ആത്മീക അനുഗ്രഹങ്ങളെക്കുറിച്ച് ഒരു തിരിച്ചറിവും ഇല്ലാതെ പരാതികളിലും നിരാശകളിലും ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹത്തെ കാണുവാൻ കഴിയാതെ ലഭിക്കാതെ പോകുന്ന കാര്യങ്ങളിലാണ് അവരുടെ ശ്രദ്ധ മുഴുവൻ. നാം ഇന്ന് പകൽ ചിന്തിക്കുന്ന വചനം ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 28-ാമത്തെ വചനമാണ്. അപ്പോൾ അവൻ കോപിച്ച് അകത്ത് കിടപ്പാൻ മനസ്സില്ലാതെ നിന്നു. അപ്പൻ പുറത്തു വന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ അപ്പനോട്, എത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്ക് ഒരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. വേശ്യമാരോടുകൂടി നിൻ്റെ മുതൽ തിന്നുകളഞ്ഞ ഈ നിൻ്റെ മകൻ വന്നപ്പോഴേക്കോ തടിച്ച കാളക്കുട്ടിയെ അവനു വേണ്ടി അറുത്തുവല്ലോ എന്ന് പറഞ്ഞു. ഈ വചനം നാം എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ചിന്തിക്കേണ്ടതാണ്. നാം എല്ലാവരും കേട്ടിട്ടുള്ളത് വാസ്തവത്തിൽ ധൂർത്തുപുത്രനെ കുറിച്ചാണ്. ധൂർത്തുപുത്രൻ അപ്പനെ വേദനിപ്പിച്ചു. അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയി. ഒടുവിലെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ സുബോധം വന്നു. തിരികെ അപ്പൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പൻ അവനെ സന്തോഷത്തോടെ സ്വീകരിച്ചു. ആ ഭവനത്തിലെ മൂത്ത മകനെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിച്ചത്. മൂത്ത മകൻ വീട് വിട്ടുപോയില്ല. അവൻ പിതാവിനെ സേവിച്ചുകൊണ്ടിരുന്നു, കൽപ്പനകൾ അനുസരിക്കുന്നു, ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നു. എന്നിട്ടും തൻ്റെ സഹോദരൻ തിരികെ വന്നപ്പോൾ ഒരു സന്തോഷവും അവനുണ്ടായിരുന്നില്ല. പകരം അവൻ കോപിക്കുകയാണ്. വിരുന്നിൽ, അപ്പൻ ഒരുക്കിയ വിരുന്നിൽ പങ്കെടുക്കുവാൻ വിസമ്മതിക്കുകയാണ്. അവൻ്റെ ഹൃദയം മുഴുവൻ അസൂയയും പരാതിയും സഹോദരനോടുള്ള വെറുപ്പും ഒക്കെ നിറഞ്ഞിരുന്നു. അവൻ അപ്പനോട് പറയുകയാണ്, അപ്പാ, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിൻ്റെ കൽപ്പന ഒരിക്കലും ഞാൻ ലംഘിച്ചിട്ടില്ല. ഈ വാക്കുകളിൽ ഒരു മകൻ്റെ സ്വാതന്ത്ര്യം അവനുള്ളതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ഒരു വേലക്കാരൻ്റെ മനോഭാവത്തോടെയാണ് അവൻ അപ്പനോട് സംസാരിക്കുന്നത്. ഞാൻ ഇത്രയും വേല ചെയ്തു, എനിക്കെന്താ ലഭിച്ചത്? അവനെ ലഭിച്ചിരുന്നത്, വാസ്തവത്തിൽ അവനെ നയിച്ചിരുന്നത് ഈ ചിന്തയാണ്. അവൻ പിതാവിനു വേണ്ടി, അപ്പനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഒരു പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ഇന്ന് അനേക വിശ്വാസികളുടെ ജീവിതത്തിൽ ഈ മനോഭാവമാണ്. അവർ ദൈവത്തെ സേവിക്കുന്നു, ആത്മീയ കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നു, എന്നാൽ മറ്റൊരാളെ ദൈവം ഉയർത്തുമ്പോൾ, അവർക്ക് കൃപ നൽകുമ്പോൾ സന്തോഷിപ്പാൻ കഴിയാത്ത ഒരു ഹൃദയത്തോടെ അവർ കഴിയുകയാണ്. അവർ അസ്വസ്ഥരാവുകയാണ്. അവർ ദൈവത്തെ ഒരു പിതാവായിട്ട് കാണുന്നതിന് പകരം പ്രതിഫലം മാത്രം നൽകുന്ന ഒരു യജമാനനായിട്ടാണ് കാണുന്നത്. ദൈവത്തെ പ്രതിഫലം മാത്രം നൽകുന്ന ഒരു യജമാനനായിട്ട് ഒരിക്കലും കാണുവാൻ പാടില്ല. എന്നാൽ ആ പിതാവിൻ്റെ മറുപടി വളരെ ഹൃദയസ്പർശിയാണ്. മകനെ, നീ എപ്പോഴും എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, എനിക്കുള്ളതെല്ലാം നിൻ്റേതല്ലേ? പിതാവ് അവൻ ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. തനിക്ക് തൻ്റെ മകനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ദൈവം തൻ്റെ മക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഭൗതിക സമ്പത്തോ ലോകവിജയങ്ങളോ ഒന്നുമല്ല. ദൈവത്തിന് എപ്പോഴും പറയുവാനുള്ളത്
പരാതി പറയുന്നവരോട് പറയുവാനുള്ളത്, എനിക്കുള്ളതെല്ലാം നിൻ്റേതല്ലോ എന്ന് പറഞ്ഞാൽ ബന്ധത്തെക്കുറിച്ചാണ്. പിതാവിനോടൊപ്പം ജീവിക്കുക, അപ്പനോടൊപ്പം കഴിയുക എന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. മൂത്ത മകൻ പിതാവിൻ്റെ വീട്ടിലായിരുന്നു, പക്ഷേ അപ്പൻ്റെ സ്നേഹം, അതിൻ്റെ ആഴം അവൻ മനസ്സിലാക്കിയിരുന്നില്ല. അവൻ അപ്പൻ്റെ സമ്പത്തിൻ്റെ എല്ലാം അവകാശിയായിരുന്നു, പക്ഷേ ആത്മീക സമ്പത്തിൻ്റെ അവകാശിയായിരുന്നെങ്കിലും ദരിദ്രനെ പോലെ അവൻ ജീവിക്കുകയാണ്. അവന് ലഭിച്ച അവകാശങ്ങൾ അവൻ തിരിച്ചറിയുന്നില്ല. അവന് കിട്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടുള്ള ജീവിതമായിരുന്നു അവൻ്റേത്. ഇത് വാസ്തവത്തിൽ നമ്മെ സംബന്ധിക്കുന്ന കാര്യമാണോ എന്ന് നാം ചിന്തിക്കണം. നാം അപ്പൻ്റെ വീട്ടിൽ ജീവിക്കുന്നവരാണോ, അതോ അപ്പനുമായിട്ടുള്ള സ്നേഹബന്ധം, അതിൻ്റെ ആഴം മനസ്സിലാക്കുവാൻ കഴിയാതെ കഴിയുന്നവരാണ്? നമ്മുടെ ആത്മീയ ജീവിതം അപ്പനോടുള്ള സ്നേഹത്താലും കടപ്പാടിനാലും നിറഞ്ഞതാണോ, അതോ പരാതികളാലും മറ്റുള്ളവരോട് താരതമ്യം ചെയ്യുന്നതിനാലും നിറഞ്ഞതാണോ? ഒരു കാര്യം നാം ഉറപ്പാക്കണം, ദൈവത്തിന് പറയാനുള്ളത്, നീ എപ്പോഴും എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്. ഈ തിരിച്ചറിവ് നമ്മുടെ അതൃപ്തികളെ നീക്കട്ടെ. സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനം ഞങ്ങൾ ഗ്രഹിപ്പാൻ കൃപ നൽകണം. പരാതിയില്ലാതെ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട്, ആ ബന്ധത്തിൽ സന്തോഷിച്ചുകൊണ്ട്, സ്വർഗീയ പിതാവ് ഞങ്ങൾക്കുണ്ട് എന്നുള്ള ഉറപ്പോടെ ജീവിപ്പാൻ എല്ലാവർക്കും കൃപ നൽകണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ആമേൻ.